UDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകരാൻ രാഹുൽ ഗാന്ധി ഇന്ന് വീണ്ടും സംസ്ഥാനത്തെത്തും. ഇടുക്കി, ആലപ്പുഴ, എറണാകുളം, പാലക്കാട് എന്നീ ജില്ലകളിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടികൾ. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി ഉൾപ്പെടെ നേതാക്കളും സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ആദിൽ പാലോട് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ആദിൽ, ഗുഡ് മോർണിംഗ്. വീണ്ടും UDF ക്യാമ്പിൽ ആവേശം പകരാൻ രാഹുൽ ഗാന്ധി എത്തുകയാണ്. കഴിഞ്ഞ തവണ എത്തിയപ്പോൾ നമുക്കറിയാം ഈ സ്വർണ്ണക്കൊള്ള വിഷയവും ഡീൽ ആരോപണവും ഒക്കെ ഉയർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇത്തവണ FCRA ഭേദഗതിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിൽ നിന്ന് പരാമർശം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം, അല്ലേ? ഉറപ്പായും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വീണ്ടും എത്തുന്നു. പ്രവർത്തകർക്ക് വലിയ ആവേശത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നത് തന്നെയാണ് UDF ലക്ഷ്യം വെക്കുന്നതും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും തുടർച്ചയായ ദിവസങ്ങളിൽ കേരളത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രാവിലെ തന്നെ രാഹുൽ ഗാന്ധി കൊച്ചിയിലെത്തും. ആദ്യം ആലപ്പുഴയിലെ പരിപാടിയിലാകും പങ്കെടുക്കുക, രണ്ടാമതായി ഇടുക്കിയിലെ പരിപാടിയിൽ പങ്കെടുക്കും. പിന്നീടാണ് എറണാകുളത്തെ 2 പരിപാടികളിൽ, അതിൽ ഒന്ന് മുഹമ്മദ് ഷിയാസ് മത്സരിക്കുന്ന കൊച്ചിയിലാണ്. ഉച്ചയ്ക്ക് 1:45 ഫോർട്ട് കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിന്റെ പ്രചരണ പൊതുയോഗം, എറണാകുളത്തെ ആദ്യ പരിപാടി. രണ്ടാമത്തേത് പട്ടിമറ്റത്ത് VP സജീദന്റെ പ്രചരണത്തിൽ പങ്കെടുക്കും. അങ്ങനെ 4 പരിപാടികളാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നാണ് UDF നേതാക്കൾ അറിയിക്കുന്നത്. ഇതിനൊപ്പം തന്നെ NDAയുടെ നേതാക്കളും എത്തുന്നുണ്ട്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാവിലെ തന്നെ എറണാകുളത്ത് വിമാനമിറങ്ങും. അതിനുശേഷം നിരവധി പരിപാടികൾ കൊച്ചിയിലും എറണാകുളത്തും തൃശ്ശൂരുമായി നിരവധി പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികൾക്കൊപ്പം റോഡ് ഷോ അടക്കമുള്ള പരിപാടികൾ നിശ്ചയിച്ചു എന്നുള്ളതാണ്. രാവിലെ 10:30 കേന്ദ്രമന്ത്രി എത്തുന്നു. പെരുമ്പാവൂരിലെ പരിപാടിക്ക് ശേഷം തൃശ്ശൂർ ജില്ലയിലെ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കും. നാളെ പാലക്കാട്ടെയും തൃശ്ശൂരിലെയും തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാകും ധനമന്ത്രി നിർമ്മല സീതാരാമൻ മടങ്ങുക. ഈ 2 നേതാക്കൾ മാത്രമല്ല, നിരവധി നേതാക്കൾ, 2ാം നിരയിലുള്ള ദേശീയ നേതാക്കൾ അടക്കം എറണാകുളത്തും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും പ്രചരണം നടത്തുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. എറണാകുളത്ത് മാത്രം ശോഭ കരന്തലജെ, കേന്ദ്രമന്ത്രി അടക്കമുള്ളവർ ഇപ്പോഴും ക്യാമ്പ് ചെയ്ത് പലതവണ വന്നുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഏതായാലും തെരഞ്ഞെടുപ്പ് രംഗം കൊഴുക്കുന്നതാണ് കാണുന്ന കാഴ്ച. ആരോപണ പ്രത്യാരോപണങ്ങൾ നടക്കുന്നു. ആര്യ പറഞ്ഞതുപോലെ സ്വർണ്ണക്കൊള്ളയും FCRAയും ദേശീയ നേതാക്കൾ വന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ് 3 മുന്നണികളും. തീർച്ചയായും ആദിൽ പാലോടാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ദേശീയ നേതാക്കളുടെ ഒരു കുത്തൊഴുക്കാണ് സംസ്ഥാനത്തേക്ക്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശം ഉച്ചസ്ഥായിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്.